ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നുണ്ടല്ലോ ഒരു അടിപൊളി ഒരു മിനിമം 6 തോന്നുന്നു 6 കോമ്പോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും നമ്മുടെ എല്ലാം ബോഗൻവില്ല സ്നേഹിക്കുന്ന ആളുകൾക്കായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കുറച്ച് ലെങ്ത് ആയത് നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു നമ്മളുടെ സെറ്റിങ്സിൽ നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് അടിക്കുകയെന്നുണ്ടെങ്കിൽ 1 മിനിറ്റും കൊണ്ട് ഞാൻ ഈ സംസാരിക്കണതൊക്കെ 1.5 മിനിറ്റ് 2 മിനിറ്റൊക്കെ ആയിട്ടാണെങ്കിൽ മഹാ ബോറായിരിക്കും സൗണ്ട്. എങ്കിലും കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കേട്ടാലും ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൊറിയർ എടുക്കുന്ന അല്ലെങ്കിൽ കൊറിയറിൽ ഈ വെയർപോർട്ട് ആവശ്യപ്പെടുന്ന ആളുകൾക്കൊക്കെ ആയിട്ടുള്ളൊരു മെസ്സേജുകളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഓരോ പ്ലാന്റിൻ്റെ ID നമ്മൾ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒക്കെ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യും. ഇത് സെക്കൂറ ബെല്ലാക്കാൻ്റെ ഗ്രീൻ അവൈലബിൾ ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഓരോന്നിലത്തെ അവൈലബിലിറ്റി ഉള്ളതനുസരിച്ചിട്ടും പ്ലാന്റിൻ്റെ IDയും ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് മെസ്സേജാണ്. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സിനെ കാണാനൊക്കെ ആയിട്ടുള്ള ആ ഒരു എൻക്വയറിയും ഒക്കെ വരുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചവരോടൊക്കെ റീസൺ പറഞ്ഞിരുന്നു, കുറച്ച് തിരക്കാണ്. ഞങ്ങൾക്ക് നോയമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ വീടുകളിലുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ലാഗിങ് ഉണ്ട്. പിന്നെ പേഴ്സണലി ആയിട്ടുള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ അയക്കാത്തത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ഓരോ പ്ലാന്റിൻ്റെ ID കാണിക്കുന്നുണ്ട്. പിന്നെ യൂഷ്വലി ഞാൻ പറയുന്ന പോലെ നമ്മളുടെ ഫെബ്രുവരിയിലെ കമൻറ്റ് വിന്നറെ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. അത് ഓരോ വീഡിയോയിൽ നിന്നും എടുത്തിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു 5-10 കമൻസുകളൊക്കെ ഓരോ വീഡിയോയിൽ ഞാൻ ചൂസ് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് റിക്വസ്റ്റാണ് മോർ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. എന്നെക്കൊണ്ട് സാധ്യമാവുന്ന രീതിയിൽ ഈ ഒരു ഫെബ്രുവരി മന്ത് ഞാൻ അതും കൂടി അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു വീഡിയോയ്ക്ക് ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ മാക്സിമം അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻറ്റ് ഇടുമ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബോഗൻവില്ല ഗിഫ്റ്റും കിട്ടും, അതും കൂടിയിട്ട് ചെയ്യുക കേട്ടോ. ഓരോ പ്ലാന്റിൻ്റെ ID കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ആദ്യമായിട്ടോ ഇത്ര വലിയ സൺഷൈനും സൂഫിയ ഇന്ത്യാനയും ഒക്കെ അടിപൊളി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഹെൽത്തി പ്ലാന്റ് ഇത്രയും വലുപ്പത്തിൽ കിട്ടുന്നത് യൂഷ്വലി ഞാൻ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന നഴ്സറിയിലത്തെ ക്വാളിറ്റി ഞാൻ എപ്പോഴും പറയും. അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പ്ലാന്റുകളെ അവർ വളർത്തുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഹെൽത്തി ആയിട്ട് വളരുന്ന പ്ലാന്റ് ഏറ്റവും നന്നായിട്ട് അത്രയും മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് വേറൊരു നഴ്സറി കൂടി കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹെൽത്താട്ടോ പ്ലാന്റുകൾക്ക്. അപ്പോൾ ഓരോ പ്ലാന്റുകളുടെയും ID മെൻഷൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയിട്ട് നോക്കിയതിന് ശേഷം വാങ്ങിക്കുക. ഈ ഓരോ പെറ്റൽസിൽ ഡബിൾ കളേഴ്സ് കയറി വരുന്നത് അഡർന പോലെയുള്ള പ്ലാന്റുകൾ അല്ലെങ്കിൽ എല്ലാ പ്ലാന്റുകൾക്കും നോർമൽ യെല്ലോ, റെഡ്, വൈറ്റ്, പിങ്ക് അങ്ങനത്തെ കളേഴ്സ് അല്ലാത്ത ഏത് പ്ലാന്റിനായിക്കോട്ടെ പെറ്റൽസിൽ ഡബിൾ ഷെയ്ഡ്, ത്രിബിൾ ഷെയ്ഡൊക്കെ കയറി വരുന്നത് നമുക്ക് കിട്ടുന്ന നമ്മളുടെ ഫ്ലവേഴ്സിന് കിട്ടുന്ന വെയിലിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ്. വെയിലത്ത് വയ്ക്കാത്ത പ്ലാന്റുകളിലേക്ക് വെരിഗേഷൻസ് കയറി വരില്ല. ഒരു ചെടിയുടെയും തണലത്തോ അല്ലെങ്കിൽ മരത്തിൻ്റെ താഴെ ഒന്നും നിങ്ങൾ പ്ലാന്റ് വെക്കരുത്. പ്ലാന്റിന് പ്രോപ്പറായിട്ട് നല്ല വെയിൽ വേണം. എത്ര വെയിലുണ്ടെങ്കിലും തളരാത്ത ഏക ഒരു പ്ലാന്റ് അല്ലെങ്കിൽ പിന്നെ മരങ്ങളായിരിക്കണം. ചെടികളിലാകെ ഇത് മാത്രമാണ് അത്രയ്ക്ക് കരുത്തായിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും വെയിൽ വേണം എന്നുള്ളത് ഒന്നും മനസ്സിലാക്കുക കേട്ടോ. നമ്മുടെ സൂഫി ഇന്ത്യാനയുടെ വലിയ പോട്ടുകളാണ് വന്നിരിക്കുന്നത്. അത്രയും സൈസുള്ള പ്ലാന്റാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇത്രയൊക്കെ സൂഫി ഇന്ത്യാന വലിയ സൈസ് വരണത്. ഇത് നോക്കിക്കേ, ഇങ്ങനെ സ്റ്റാർട്ടിങ് വൈറ്റ് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഹൈലൈറ്റ് ആട്ടോ ഈ ഒരു ഇതിൻ്റെ ഇങ്ങനെ ഈ ബ്ലൂമിങ് കഴിഞ്ഞ് വിരിഞ്ഞു വരണ ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ എനിക്ക് എല്ലാ ചെടികളിലും കാണാനായിട്ട് ഇഷ്ടമുള്ള സ്റ്റേജാണ് കേട്ടോ. ഇതിങ്ങനെ ബ്ലൂമിങ് കഴിഞ്ഞിട്ട് ആ ഒരു പൂവിൻ്റെ ഷേപ്പ് വരണതിന് മുമ്പുള്ള കുറച്ച് മുമ്പുള്ള ഒരു അവസ്ഥ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് സൂഫിയയിലൊക്കെ കാണാൻ അത്രയ്ക്ക് അടിപൊളിയാണ്. കാരണം ഇങ്ങനെ ഷെയ്ഡ് കയറി വരികയാണല്ലോ. അപ്പോൾ ഇത്രയും സൈസുള്ള പ്ലാന്റുകളാണ് നമുക്ക് സൂഫിയയുടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാന്റിൻ്റെ സൈസ് കണ്ടുകൊള്ളുക. വൈറ്റാണ് ആദ്യം വരണത്. നല്ല വെയിൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും വൈറ്റ് തന്നെ ആയിരിക്കും, അതും ശ്രദ്ധിക്കുക. എൻ്റെ അടുത്ത് പ്ലാന്റ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് പറയണതാണ് ഭയങ്കര ആഗ്രഹം കൊണ്ട് പ്ലാന്റ് വാങ്ങിച്ചതാണ്. പക്ഷേ ഇവിടെ മൊത്തം റബ്ബറും ഒക്കെ ആയതുകൊണ്ട് വെട്ടിക്കളയാനും പറ്റില്ല. റബ്ബറൊക്കെ നമുക്ക് ഇൻകം കിട്ടുന്നതാണല്ലോ. നമ്മളുടെയൊക്കെ ഒരു മെയിനായിട്ടുള്ളൊരു ലൈഫ് അതുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പൂക്കളും കാണണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമം പറയുന്നവരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിന് ഏറ്റവും വെയിൽ നിങ്ങളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലോ അങ്ങനെയൊക്കെ പ്രോപ്പർലി രാവിലെ എത്ര മണിക്ക് വെയിൽ കിട്ടി തുടങ്ങുമോ അത് മുതൽ നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന വെയിൽ വരെ കൊണ്ടാലും
അത്രയും ഗ്യാരണ്ടിയിൽ അത്രയും വെയിൽ ഇതിനെ ഏൽക്കാനായിട്ടുള്ളൊരു കരുത്തുണ്ട്. ദൈവം അതിന് അങ്ങനെ ഒരു കരുത്തോട് കൂടിയിട്ടാണ് ഇതിനെ പ്രൊഡക്ഷൻ ചെയ്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ അത്രയും വെയിൽ വെച്ചോ എന്നാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ഫ്ലവറിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലവറിങ്ങിൻ്റെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ പൂക്കളും പോയിട്ട് അടുത്ത പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്രീൻ സക്കൂരയുടെ ഒക്കെ ഒരു വെറൈറ്റി കാണിക്കുന്നതാണ് കേട്ടോ. ഇത് പിങ്ക് പാച്ചാണ്. പിങ്ക് പാച്ചിൻ്റെയും സക്കൂരയുടെയും ഇലകൾ തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് നോക്കിക്കോളുക. എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നതാണ് സക്കൂര ഏതാ പിങ്ക് പാച്ച് ഏതാണെന്നൊക്കെ. അതുകൊണ്ടൊക്കെ ആട്ടോ ഇന്ന് വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോയത്. കുറേ ഡൗട്ട് ക്ലിയർ ഒക്കെ ഉണ്ട്. ഇത് ഇപ്പോൾ കൈ പിടിച്ചിരിക്കുന്നത് പിങ്ക് പാച്ചാണ്. പിങ്ക് പാച്ചിൻ്റെ ഇലകൾ ഇങ്ങനെ ഇരിക്കും. പൂക്കൾ ഓൾമോസ്റ്റ് പിങ്ക് പാച്ചിൻ്റെ കുറച്ചുകൂടി പിങ്ക് കൂടുതലാണ്, നീളമുള്ള പൂക്കളാണ്. ഇത് കയ്യിലിരിക്കുന്നത് സക്കൂരയാണ്. ഇത് ഗ്രീൻ സക്കൂറയുടെ ഇത്രയുള്ളതാണ് കേട്ടോ സെയിൽ സൈസ് നമുക്ക് വിൽക്കാനായിട്ട് ഇപ്പോൾ ഉള്ളത്. പിന്നെ വെരിഗേഷൻ വന്നിട്ടുള്ള ഇമ്പോർട്ടഡ് സക്കൂറ അവൈലബിൾ ആണ്, ഗ്രീൻ സക്കൂറ അവൈലബിൾ ആണ്, പിങ്ക് പാച്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് പിങ്ക് പാച്ചിൻ്റെയൊക്കെ പല സൈസ് അവൈലബിൾ ആണ് കേട്ടോ. വലുത് അവൈലബിൾ ആണ്, ചെറുത് മുതൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു മീഡിയം സൈസ് മുതലുള്ളത് അടിപൊളി വലിയ പ്ലാന്റ് വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് പിങ്ക് പാച്ചിൻ്റെ കളറ്. പക്ഷേ സെക്യൂരയുടെ കളർ ഒരു പീച്ച് മിക്സ് ചെയ്തിട്ടുള്ള ബേബി പിങ്ക്. ഇതൊരു ഇച്ചിരി പിങ്ക് മാത്രം കേട്ടോ. പിങ്ക് പാച്ചും സെക്യൂരയും തമ്മിലുള്ള ഡിഫറൻ്റ് ആണ്. ആ ഒരു പ്ലാന്റ്സുകളിൽ അത് വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് പിങ്ക് പാച്ചിൻ്റെ വലിയ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പൂവിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ കളറും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോയിൽ എല്ലാ പ്ലാന്റും വച്ചിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ സെക്കൂറയ്ക്ക് ഇങ്ങനത്തെ ഒരു വെറൈറ്റി കൂടിയിട്ടുണ്ടോ. ഗ്രീൻ സെക്കൂറയുണ്ട്, വെരിഗേഷൻ വന്നിട്ടുള്ളതാണ് ഒറിജിനൽ സെക്കൂറ എന്ന് പറയുന്നത് കേട്ടോ. വെരിഗേഷൻ നല്ല രീതിയിൽ വന്നേക്കുന്നതാണ് സെക്കൂറ. പിന്നെ ഗ്രീനി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഗ്രീൻ സെക്കൂറ എന്നാണ് അതിനിപ്പോൾ നമുക്ക് നഴ്സറിക്കാർ നമുക്ക് തരണ പേര്. പിന്നെ പിങ്ക് പാച്ചിന് ഓൾമോസ്റ്റ് ഈ ഒരു വെരിഗേഷൻസ് തന്നെയാണ് ഇപ്പോൾ ഉള്ളൂ. അതിൻ്റെ വെരിഗേഷൻസ് ഇല്ലാണ്ട് ഒരു പിങ്ക് പാച്ച് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പ്ലാന്റുകൾ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക. ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന ഗ്രീൻ സെക്യൂറയുടെ സൈസാണ് കേട്ടോ. ഇത്രയും അത്യാവശ്യം മെച്യൂറായിട്ടുള്ള ബേസിക്കലി പോകുന്നത് ഹാങ്ങിങ് സൈസിൽ അല്ലെങ്കിൽ ഹാങ്ങിങ് ഒരു രീതിയിലുള്ള പ്ലാന്റാണ് കേട്ടോ സെക്യൂറ വെറൈറ്റികളൊക്കെ. പിങ്ക് പാച്ചൊക്കെ അങ്ങനെ തന്നെയാണ്, പക്ഷെ നന്നായിട്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. സെക്യൂറയ്ക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ളൊരു രീതി തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇത് മാജിക് ഐസ്ക്രീമാണ്. തിമയും മാജിക് ഐസ്ക്രീമും തമ്മിലുള്ളൊരു ഡിഫറൻറ്റ് ചോദിച്ചിരുന്നു, അതുകൊണ്ട് അത് കാണിക്കാനാട്ടോ. അപ്പോൾ തിമയുടെ പൂക്കളുള്ള പ്ലാന്റിൻ്റെ സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ടാണ് ഇത് കാണിക്കണേ. മാജിക് ഐസ്ക്രീം ഇങ്ങനെയാണ് കേട്ടോ. ഫുള്ളി യെല്ലോ ഇഷ് ഷെയ്ഡ് ഇങ്ങനെ കയറി വരും. അതിനകത്താണ് പ്ലാന്റിനകത്തേക്ക് വെരിഗേഷൻ കയറി വരും. തിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം റെഡ് വന്നിട്ട് നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തിമ കാണിക്കുന്നുണ്ട് കേട്ടോ. റെഡ് വന്നിട്ട് പിന്നെ ഫുള്ളി റെഡ് തിമയാണെങ്കിൽ റെഡ് കളറിനകത്തേക്ക് വരും, പിങ്ക് തിമയാണെങ്കിൽ ലൈറ്റ് പിങ്കിനകത്തേക്ക് കയറി വരും കേട്ടോ. അപ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡായിട്ടുള്ളൊരു പിങ്കിനകത്തേക്ക് കയറി വരും കേട്ടോ. അങ്ങനെയാണ് തിമയുടെയും ഇതിൻ്റെയും ഡിഫറൻറ്റ്. നമ്മുടെ ഫസ്റ്റ് കോമ്പോസ് നമ്മുടെ കോംബോയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 6 കോമ്പോസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ കോംബോ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാത് വീക്ക് തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പിന്നീട് അത് സ്റ്റോക്ക് നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഉള്ളത് മാത്രമാണ് കോംബോയിലേക്ക് ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ആഴ്ച തന്നെ ക്ലിയർ ആയിട്ട് മാക്സിമം പർച്ചേസ് ചെയ്യുക കേട്ടോ. പിന്നീട് ചോദിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു അവൈലബിലിറ്റി എനിക്ക് ഉണ്ടെങ്കിൽ ഞാനത് ഷുവർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഇടുന്നതിന് മുമ്പ് ക്ലാരിറ്റി ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ഇടുക കേട്ടോ. ഫസ്റ്റ് ബെറി ഐസിൻ്റെയും ബ്രിസയുടെയും സൈസാണ് കേട്ടോ. കോംബോ സൈസാണ്. കോംബോ പ്രൈസ് വന്നിട്ട് 1650 ബ്ലൂ ബെറി ഐസ് കേട്ടോ. അത്യാവശ്യം നല്ല ടോപ്പ് റെയർ വെറൈറ്റിയാണ്. രണ്ടും കൂടിയിട്ട് നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് ഈ കോംബോ കൊടുക്കുന്നത്. 1650. നമ്മുടെ വീഡിയോയിൽ ബ്രസയുടെയും കയാട്ടയുടെയും ഡിഫറൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരുപാട് ചോദിക്കുന്നതാണ് ബ്രസയുടെയും കയാട്ടയുടെയും ഡിഫറൻറ്റ്. അദ്ദേഹം കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയുടെ ഇടയ്ക്കുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ സൈസുള്ള പ്ലാന്റുകളാണ്. അത്യാവശ്യം രണ്ടും ഹാങ്ങിങ് വെറൈറ്റികളിലേക്ക് വയ്ക്കാവുന്നതാണ്. ബ്രസ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് സൈസായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓൾമോസ്റ്റ് പൂക്കളൊക്കെ പോയിട്ടുണ്ട്. സെക്കൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഈ ഒരു സൈസിലുള്ളതാണ് നമ്മൾ കോംബോ കൊടുക്കുന്നത്. അടുത്ത കോംബോ വന്നിട്ട് ടാങ്ക്ലോങ്ങിൻ്റെ റെഡ്, പീച്ച്, യെല്ലോ 3 വെറൈറ്റികൾ ഉൾപ്പെടുന്നതാണ് കോംബോ വരുന്നത്. കോംബോ പ്രൈസ് വന്നിട്ട് 2650 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ല മെച്യൂർ ആയിട്ടുള്ള വലിയ പോട്ടുകളിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നല്ല രീതിയിൽ വലിപ്പം വന്നിട്ടുള്ള പ്ലാന്റാണ്, ചെറിയ പ്ലാന്റുകളല്ല കേട്ടോ. അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെയും സൈസ് ക്ലിയർ ചെയ്ത് നോക്കുക, കളർ നോക്കുക, ഹെൽത്ത് നോക്കുക. മെയിനായിട്ട് ഹെൽത്ത് നോക്കുക. കാരണം ഒന്നും നമ്മൾ ഹെൽത്ത് കുറഞ്ഞിട്ടുള്ള പ്ലാന്റുകളാണെങ്കിൽ ക്ലിയർ സെയിൽ നമ്മൾ പ്രത്യേകിച്ച് പറയാറുണ്ട്. ഇതിൻ്റെ ഹെൽത്ത് ഇങ്ങനെയാണ്, നല്ല രീതിയിൽ പ്രൂൺ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ക്ലിയർ സെയിൽ ചെയ്യണത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് തന്നെയാട്ടോ നമ്മൾ സെയിൽ കൊടുക്കാറ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എന്താ പറയുക, പിങ്ക് പീച്ചൊക്കെ കളർ ക്ലിയർ ചെയ്യാനായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പീച്ചിൻ്റെ പൂക്കൾ കൊഴിയാറായിട്ടുണ്ട്. അപ്പോൾ കോംബോയിൽ വെച്ചിരിക്കുന്നതിൽ പീച്ചിൻ്റെ പൂക്കൾ പൊഴിയാറായതുള്ളത് കൊണ്ട് അതിൻ്റെ കളറൊന്ന് ക്ലിയർ ചെയ്ത് കാണിക്കാനാണ് കുറേ പ്ലാന്റ്സിൻ്റെ ഇടയിലേക്ക് വന്നത്. ഈ സൈസുള്ള ഇതാണ് കേട്ടോ പീച്ചിൻ്റെ ഒറിജിനൽ കളറ്. ഇതേ പൂ ആയിട്ടുള്ള ഷേപ്പാണ് കേട്ടോ.
ഇത് പൂവാവില്ല എന്നറിയാലോ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷേപ്പാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പീച്ച് ഇത് ഓൾമോസ്റ്റ് ഇതാണ്, അത് ഓൾറെഡി പൊഴിയാറായിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ കളർ ഡിഫറെൻറ്റ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ കുറേ പ്ലാന്റ്സുകളിലേക്കൊക്കെ വെയിൽ ഡയറക്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം ശരിക്കും ഉള്ള ഒരു ഡാർക്കായിട്ട് തോന്നും, അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് മസ്റ്റാർഡ് കളറാണ് കേട്ടോ, ഈ താങ്ക്ലോങ് യെല്ലോ. എൻ്റെ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ മേടിച്ചിട്ട് ലൈറ്റാണെന്ന് വിചാരിച്ചിട്ടാണ് യെല്ലോ വാങ്ങിയത്, പക്ഷേ മസ്റ്റാർഡ് കളറാണ് കേട്ടോ, അതായത് ഡാർക്ക് യെല്ലോ ആണ്, ലൈറ്റ് യെല്ലോ അല്ല, ഡാർക്ക് യെല്ലോ ആണ്. അതുപോലെ തന്നെ ഹവായി വയലറ്റ് ഒരു 2-3 പീസേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കോംബോയിൽ ഉൾപ്പെടുത്തുന്നില്ല. വയലറ്റ് അവൈലബിൾ ആണ്, വയലറ്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ, അത്യാവശ്യം വലിയ സൈസാണ്, അവൈലബിൾ ആണ്. 2-3 പീസ് ഉള്ളതുകൊണ്ട് ഞാൻ കോംബോയിലേക്ക് ഇടുന്നില്ല കേട്ടോ, കാരണം കോംബോ ചോദിക്കുമ്പോൾ അത്യാവശ്യം ഇല്ലെങ്കിൽ, പിന്നെ ഒരാഴ്ചയെങ്കിലും ഓടാനായിട്ടുള്ളത് ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ കോംബോയിൽ ആഡ് ചെയ്യാത്തത്. മിസ് ഇന്ത്യ ആൻഡ് പേർഷ്യൻ വയലറ്റ് അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ, അടിപൊളി എന്ന് വെച്ചാൽ കാണാൻ ഭയങ്കര ഭംഗിയായിട്ട് നല്ല കട്ടയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ മിസ് ഇന്ത്യ വെറൈറ്റിയിലും. അതുപോലെ തന്നെ നമ്മൾ ഏത് വെറൈറ്റി നോക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെ, കാരണം നമ്മൾ വെറുതെ വാങ്ങി വെച്ചിട്ട് ഫെർട്ടിലൈസർ കൊടുക്കാണ്ടും പ്രോപ്പറായിട്ട് അതിനെ പ്രൂൺ ചെയ്ത് വിടാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പൂക്കൾ അത്രയും കുറയും. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഫസ്റ്റ് സീസണിൽ ഫുള്ളായിട്ടും പൂക്കളായിരുന്നു. ആ സമയത്ത് എനിക്ക് നന്നായിട്ട് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച 2 വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറേ പൂക്കൾ പൊഴിഞ്ഞു പോവാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴേക്കും സൈസ് ക്ലിയർ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ കോംബോയുടെ, ഞാനിങ്ങനെ വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴേക്കും എനിക്ക് പൂക്കൾ തന്നെ ഇങ്ങനെ വാരി എടുക്കുമ്പോൾ ഒരു ബാസ്ക്കറ്റൊക്കെ നിറച്ചുണ്ടാവും. എനിക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ പൂക്കൾ പോണ കാണുമ്പോൾ. മിസ് ഇന്ത്യയുടെയും പേർഷ്യൻ വയലറ്റിൻ്റെയും ബിഗ് പ്ലാന്റ് സൈസ് വന്നിട്ട് 1500 കോംബോ വരണത് കേട്ടോ. ഇത് 3 സ്റ്റാറിൻ്റെയും ഗോൾഡൻ സുവർണയുടെയും തായ്ലൻഡ് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ആണ്. രണ്ടും തന്നെ വലിയ പ്ലാന്റുകളാണ്. സൈസ് ക്ലിയർ ചെയ്ത് നോക്കുക, അടിപൊളി വലിയ ഹെൽത്തി പ്ലാന്റ് ആണ്. 1800 കേട്ടോ. സുവർണയൊക്കെ സെക്കൻഡ് ബ്ലൂമിങ് സ്റ്റാർട്ടാണ്. ഫസ്റ്റ് ഫുള്ളി ഓൾമോസ്റ്റ് പൂക്കൾ പോയിട്ടുണ്ട്. അതുപോലെ 3 സ്റ്റാറിലും അതെ, പൂക്കൾ കുറച്ച് മാത്രമേ ഉള്ളൂ, കാരണം ഓൾമോസ്റ്റ് കുറേ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റാർട്ടിംഗ് ആണ്, അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കയറി വരുന്നതാണ് കേട്ടോ. ശരിക്കും സ്റ്റാർ ആകൃതിയാണ്, സ്റ്റാറിൻ്റെ ഷേപ്പാണ്, അതുകൊണ്ടായിരിക്കണം അതിന് 3 സ്റ്റാർ എന്ന് പേര് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പൂവ് ഈ ഒരു കളറിലാട്ടോ വരണത്. മിക്സിംഗ് ആണ്, ക്രീം ഒരു 2-3 കളേഴ്സ് മിക്സിംഗ് ആണ്. അപ്പോൾ ആ ഒരു കളറിലാണ്, ഷേപ്പാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. ആ പൂവിൻ്റെ ഷേപ്പാണ് ഹൈലൈറ്റ്, സ്റ്റാർ മോഡലിലാണ്. ഇത് തായ്ലൻഡ് സുവർണയാണ്, ഗോൾഡൻ സുവർണയാണ്. അത് നല്ല വൈറ്റും ക്രീമും യെല്ലോയും കൂടിയിട്ടുള്ള കളറാണ്. ബ്ലൂമിങ് ഇതേ ജസ്റ്റ് പൂവായിട്ടില്ല, സ്റ്റാർട്ടിംഗ് ആണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ സ്റ്റോക്ക് ഇരിക്കുന്നത്. വലിയ പോട്ടാണ് കേട്ടോ. പോട്ടിൻ്റെ സൈസ് വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നുള്ളത് മറന്നുപോയി. ഒന്നത് വെയിൽ ഡയറക്റ്റ് അടിക്കുന്നതുകൊണ്ടേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ പൂവിൻ്റെ കളർ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്, കാരണം സിറ്റ് ഔട്ടിലേക്ക് നല്ല വെയിലടിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ 1800 കേട്ടോ പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരണത്. എല്ലാം വലുതാണ് കേട്ടോ. ഇത് ഹവായി വെറൈറ്റികളാണ്, 4 എണ്ണം ഉണ്ട്. അതിനകത്ത് ബെറി ഹവായി ഒന്നുമല്ല, പക്ഷേ ഹവായിയുടെ കൂടുതൽ വെരിഗേഷൻസ് ഇരിക്കാനായിട്ട് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇത് 3000 കോംബോ വരണത്. അത്യാവശ്യം എല്ലാം സൈസിൽ പ്ലാന്റ് ആണ് കേട്ടോ. ആ ഹവായി അല്ല കേട്ടോ കോംബോയിൽ കൊടുക്കുന്നത്. ഞാൻ അതിനകത്ത് കുറേ പൂക്കളുള്ളതുകൊണ്ട് ഈ ഒരു ഹവായി കാണിച്ചു എന്നുള്ളൂ. നിറയെ ഇങ്ങനെ ഹാങ്ങിങ് മോഡലിൽ വരുന്നതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചു എന്നുള്ളൂ. ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ കോംബോ സൈസ്. ഈ ഇരിക്കുന്ന ഹവായിയാണ് കോംബോയിൽ കൊടുക്കുന്ന ഹവായിയുടെ സൈസ്. പ്രൂൺ ചെയ്ത് വിട്ടേക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ലെങ്ത് ആയിരുന്നു, അപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. ഓറഞ്ച്, വയലറ്റും ഇങ്ങനെ ഒന്ന് ഹാങ്ങിങ് ചെയ്ത് കൊടുക്കേണ്ട മോഡലിലാണ്. ക്രീപ്പർ പോലെ വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ബെറിയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 കളറാകുമ്പോഴേക്കും ഹാങ്ങിങ്ങിന് വേണ്ട ആളുകൾക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു 4 സൈഡിനകത്തേക്കും സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള 4 കളേഴ്സ് ഉണ്ട്. വെരിഗേഷൻസ് ആയിട്ടുള്ള ഇലകളുടെ പ്രത്യേകത പറയണ്ടല്ലോ, എപ്പോഴും പൂക്കളില്ലെങ്കിലും ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇത് ലൈറ്റ് ലാവെൻഡർ ആണ് കേട്ടോ. അത് പൂ പൊഴിഞ്ഞു തുടങ്ങിയോണ്ടാണ് ഡാർക്ക് കളറിൽ ഇരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് വരുന്നത് ബെറിയാണ്. അപ്പം 4 കളർ കേട്ടോ. 4 കളറിൻ്റെ അത്യാവശ്യം മെച്യൂറായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാം. അതിനകത്ത് കുറച്ച് ഓറഞ്ച് മാത്രമാണ് സൈസ് കുറവുള്ളൂ, ബാക്കി എല്ലാം അടിപൊളി സൈസായിട്ടുള്ള വലിയ പോട്ടുകൾ തന്നെയാണ് കേട്ടോ. ഇത് മിസ് സിവ വേരിഗേറ്റഡ് ആണ്. ഇവയുടെ വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ. കുഞ്ഞു പ്ലാന്റ് അല്ല, വീഡിയോയിൽ കാണുന്നതിനേക്കാളും അത്യാവശ്യം നല്ല സൈസിലായിട്ടുള്ള പ്ലാന്റ് ആണ്. ഞാൻ സൈസ് കുറവും കൂടുതലും ചിലതിനകത്ത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ച് വിചാരിച്ചാൽ മതി എന്ന് പറയും. പക്ഷേ എനിക്കിത് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ സൈസ് ഇതിലും കൂടുതലുണ്ടെന്ന് ക്ലിയറാണ്, അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. മദർ പ്ലാന്റ് ആണ് ഇവയുടെ. നല്ല ഭംഗിയാണ് കേട്ടോ ഇവ കാണാനായിട്ട്. ഒരു പ്രത്യേക വയലറ്റ് കളറാണ്, നോർമൽ വയലറ്റ് അല്ല, ഒരു ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു വയലറ്റാണ് ഇവയുടെ വയലറ്റ് കളർ. പ്രത്യേകിച്ച് അതിൻ്റെ ഇലയും ബെറിയുടെ ഇലയും ഇവയുടെ ഇലയും തമ്മിൽ വ്യത്യാസം നോക്കിക്കേ. ഡാർക്ക് കളറാണ് കേട്ടോ. ബെറിയുടെ ഇല വന്നിട്ട് ഒരു ഇങ്ങനെ ലൈറ്റ് ഗ്രീനിനകത്ത് വൈറ്റ് മിക്സിംഗ് ആണ്.
രണ്ടും ഒരു പ്രത്യേക ഭംഗി. ചില ഈ ഡിഫറെൻറ്റ് റെഡിൻ്റെ തന്നെ ഡിഫറൻസ് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും എത്ര പറഞ്ഞാലും നമുക്ക് ചില്ലി റെഡും അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെയും ഒന്നും എങ്ങനെയൊക്കെ ക്ലാരിറ്റി നോക്കിയിട്ടുണ്ടെങ്കിലും ക്ലിയർ ആവില്ല. പിന്നെ പൂക്കളും ഇലകളും നമുക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അത് നമുക്ക് അത്രയ്ക്ക് മനസ്സിലാവുന്നത്. കോംബോ വേണ്ട ആളുകൾ പ്രോപ്പറായിട്ട് സൈസ് കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക കേട്ടോ. അടുത്ത് വന്നിട്ട് തായ്ലൻഡ് സൺഷൈനും അതുപോലെ ഒറിജിനൽ സൂഫിയാണ് കേട്ടോ. ഇത്രയും വലിയ സൈസായിട്ടുള്ള പ്ലാന്റുകൾ എനിക്ക് സത്യത്തിൽ വന്നിട്ടില്ല. ഇത് നമ്മളിങ്ങനെ പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ ക്യാമറയിൽ അടിപൊളിയായിട്ടൊക്കെ എടുക്കാനായിട്ട്, പക്ഷെ അതൊക്കെ നല്ലൊരു ക്യാമറ സെറ്റൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയും ഭംഗിയായിരുന്നു കേട്ടോ. അത്രയും സൈസിലായിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ല എല്ലാ കളറും കയറി വന്നിട്ടുണ്ട് കേട്ടോ. സൺഷൈനിലേക്കാണെങ്കിലും ചില സൺഷൈനിൽ യെല്ലോ കൂടുതലായിരിക്കും, ചിലതിൽ പിങ്ക് കൂടുതലായിരിക്കും. ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ കളറും കയറി വന്നേക്കുന്നതാണ് കേട്ടോ. സൈസ് നോക്കിക്കേ, പ്ലാന്റിൻ്റെ വലിയ സൈസാണ്, അടിപൊളിയാണ്. വലിയൊരു പോട്ടിനകത്തേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യരുത് കേട്ടോ, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഓൾമോസ്റ്റ് ഒരു 1 and 2 years ഇരിക്കാൻ പാകത്തിനുള്ളൊരു പോട്ടാണ്. പിന്നെ നമുക്കൊരു ഒരുപോലത്തെ പോട്ടൊക്കെ വീടിനകത്ത് സെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് യൂണിഫോമിറ്റി വേണം എന്നുള്ളവരാണെങ്കിൽ ആ പോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേക സമയമുണ്ട്, അപ്പം മാത്രം പ്ലാന്റിന് റിപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഹെൽത്തിനെ ബാധിക്കും, അതുപോലെ തന്നെ അത് ലോസായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും വലിയ സൈസിലായിട്ടുള്ള സൺഷൈനും സൂഫിയയും ഒറിജിനൽ അടിപൊളി സാധനം. ലോ റേറ്റാണ്, 1950 രണ്ടിനും കൂടിയിട്ട് കേട്ടോ. അപ്പം ഇത്രയും വലിയ പ്ലാന്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇതിൽ നിന്ന് ഒരു കുറേ മിനിമം 10 പ്ലാന്റെങ്കിലും നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പാകത്തിന് സൈസറായിട്ടുള്ള ഗ്രോത്ത് ആയിട്ടുള്ള ഹെൽത്തി സ്റ്റെമ്മാണ് കേട്ടോ അതിന് വന്നിരിക്കുന്നത്. കാരണം നമ്മളത് അങ്ങനെ അത്ര എടുത്ത് പറയാൻ കാരണം അത്രയ്ക്ക് സൈസ് കൂടുതലാണ് കേട്ടോ. അത്രയ്ക്ക് വലിയ സൈസിലുള്ള പ്ലാന്റുകളാണ്. സൈസ് കുറവാണെങ്കിൽ ഞാനത് പ്രൊഡക്ഷൻ്റെ കാര്യമൊന്നും പറയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്ഷനൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ താല്പര്യമുള്ളവരോ ഇങ്ങനെ ചിലവരൊക്കെ പറയില്ല ഒരു പ്ലാന്റൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു ബെറ്റർ ആയിട്ടൊരു ചോയ്സാണ് കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെയും കോംബോ വന്നിട്ട് 9,950 റേറ്റ് വരണത് കേട്ടോ. അപ്പോൾ ഗോൾഡൻ സൺഷൈൻ്റെയും അതുപോലെ തന്നെ സൂഫിയയുടെയും ഒറിജിനൽ പ്ലാന്റാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ ഈ അടർന്ന മഹാറാണി കാണിക്കാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, അടർന്ന ഉണ്ടോ മഹാറാണി ഉണ്ടോ എന്ന് എപ്പോഴും എൻക്വയറിയാണ്. ഓൾമോസ്റ്റ് എൻ്റെ കയ്യിൽ അത്യാവശ്യം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അടർന്ന ഇരിക്കുന്നുണ്ട്, മഹാറാണി ഇരിക്കുന്നുണ്ട്. മഹാറാണിയുടെ സ്റ്റാർട്ടിങ് സൈസാണ് ഞാൻ താഴെ കാണിച്ചിരിക്കുന്നത്, തൊട്ടിപ്പുറം കാണിക്കുന്നത്. ഇത് അത്യാവശ്യം മെച്യൂർ ആയതാണ്. ഇനി ഇതിലും മെച്യൂരിറ്റി ഉള്ള കൂടുതലുള്ള പ്ലാന്റും ഉണ്ട് കേട്ടോ. അപ്പോൾ 950 മുതൽ മഹാറാണി സ്റ്റാർട്ടഡ് ആണ്. 950 മഹാറാണി എടുക്കുന്നത് കൊണ്ട് എനിക്ക് വലിയൊരു അഭിപ്രായമൊന്നുമില്ല. എങ്കിലും അത്യാവശ്യം പെറ്റ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവർക്കും നന്നായിട്ട് സൂക്ഷിക്കാം ഉറപ്പുള്ളവർ മാത്രം മഹാറാണിയൊക്കെ അത്രയും ചെറിയ സൈസ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതെടുത്തോ. അടർന്ന നിങ്ങൾ 950 എടുത്തോ, ഒരു കുഴപ്പമില്ല. കാരണം അടർന്നയുടെ തണ്ട് വന്നിട്ട് അത്യാവശ്യം നല്ല കട്ടിയാണ്. പക്ഷേ മഹാറാണി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഭയങ്കര സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സെൻസിറ്റീവാണ് ആ പ്ലാന്റ് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് നോക്കി വളർത്താമെന്ന് ഉറപ്പുള്ളവർ മാത്രം എടുക്കുക കേട്ടോ. ഇത് അടർന്നയുടെ 3 സൈസാണ്. നല്ല വെരിഗേഷൻ കയറി വന്നേക്കുന്നതാണ്. വെരിഗേഷൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിലില്ലാതെ പൂക്കൾക്ക് ഒരു വെരിഗേഷനും വരില്ല. ഇതൊക്കെ നമ്മൾ എന്താ പറയുക ക്രിയേറ്റ് ചെയ്തേക്കുന്ന പെറ്റൽസിലൊക്കെ ഇങ്ങനെ ഷേപ്പ് കയറി വരിക അല്ലെങ്കിൽ കളേഴ്സ് കയറി വരിക എന്നൊക്കെ ഉള്ളത് ഓരോ പ്രൊഡക്ഷൻ അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. ഓൾമോസ്റ്റ് നമ്മുടെ പൂക്കൾ എന്നൊക്കെ പറയുമ്പോൾ ചുവപ്പ് വൈറ്റ് അത്രയൊക്കെയാണ് ഒരിതുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വെയിൽ കിട്ടുന്ന രീതിയിൽ മാത്രം പ്ലാന്റുകൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇത് റൂബിയുടെ ഒക്കെ വലിയ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ പോട്ടിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. നോർമൽ 5 kg പോട്ടൊന്നും അല്ല. ഇങ്ങനെ തന്നെ നമ്മുടെ കയ്യിൽ ഫയറോപ്പാൽ അവൈലബിൾ ഉണ്ട്, ഫ്ലെയിം അവൈലബിൾ ഉണ്ട്. വലിയ പോട്ട് ആവശ്യമുള്ളവർക്ക് വലിയ പോട്ടുകളും കൊറിയറും ചെയ്യും കേട്ടോ. കൊറിയറും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ വണ്ടിയിൽ കൊടുക്കാനാണെങ്കിൽ അതും കൊടുക്കും, അവൈലബിൾ ഉണ്ട്. കൊറിയർ ആകുമ്പം DTDC കൊറിയർ മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ വെള്ളിയാഴ്ചയൊക്കെ ഞാൻ കൊറിയർ ചെയ്യണത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്യുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടുപോകും. ഇങ്ങനെ എപ്പോഴും പ്രൂൺ ചെയ്ത് വിടണം കേട്ടോ. ഇതിൻ്റെ ഒരു കറക്റ്റ് കളറ് കാണിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി റൂബിയുടെ കവർ സൈസുള്ള പ്ലാന്റുകൾ അവൈലബിൾ ഉണ്ട്. അതിൻ്റെ ഡിഫറൻസും കാണിക്കുന്നുണ്ട്. ആ വലിയ പോട്ടും കവർ സൈസും തമ്മിലുള്ള ഡിഫറൻറ്റും കാണിക്കുന്നുണ്ട് കേട്ടോ. കവർ പാക്കറ്റ് വാങ്ങിച്ചിട്ട് അശ്രദ്ധമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകും. ഞാൻ കവർ വാങ്ങിക്കുന്നവർക്കൊക്കെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി പറയാറുണ്ട്. ആ രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് മിസ്സായി പോവും, ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ സൈസ് കണ്ടോ, അത്രയും വലിയ ആ കവർ കൊണ്ട് വച്ചിട്ട് അതിൻ്റെ അടുത്ത് നമുക്ക് ഡിഫറൻറ്റ് കണ്ടാൽ അറിയാം. അത്രയും വലിയ സൈസിലായിട്ടുള്ള റൂബിയും
ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ കവർ വേണ്ട ആളുകൾക്ക് കവറുണ്ട്. അങ്ങനെ ലോ റേറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കവർ വാങ്ങിക്കുക. റൂബി, ഫൈറോപ്പാൽ, ഫ്ലെയിം, പിന്നെ അതുപോലെ വൈറ്റ്, അതൊക്കെ നിങ്ങൾ എപ്പോഴും എന്താ പറയുക 2-3 പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ ഗാർഡനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഹൈലൈറ്റ് ആണ്. വൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എത്ര പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ അതുപോലെ ഓരോ വെറൈറ്റി വെക്കണേക്കാളും ഒരു കളറിലുള്ള 2 പ്ലാന്റ് 3 പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയാണ് കേട്ടോ. ഇത് കണ്ട്, ഇതാണ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന 5 kg പോട്ട്. ആ 5 kg പോട്ടിനേക്കാളും അത്രയും സൈസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്ന് ഡിഫറൻസ് ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് എടുത്ത് വച്ചേക്കുന്നത്. 5 kgയുടെ കൊടുക്കുന്ന പോട്ടിനേക്കാൾ അത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ റൂബിയുടെ. ഇനി അങ്ങനെ തന്നെ ഫൈറോപ്പാലിൻ്റെയും വലിയ സൈസ് ഇരിക്കുന്നുണ്ട് കേട്ടോ, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഫൈറോപ്പാലിൻ്റെ കവർ സൈസിലാണ് കൂടുതൽ പൂക്കളുള്ളത്. അതുകൊണ്ട് പൂവിൻ്റെ കളറൊന്ന് കാണാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ആ കവർ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫ്ലെയിമാണ് കേട്ടോ. ഫ്ലെയിമിൻ്റെ കവർ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പോട്ടും ഇരിക്കുന്നുണ്ട്. ഫ്ലെയിമിൻ്റെ കവറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി ചോദിക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കവർ ഇരിക്കുന്നുണ്ട്. പോട്ട് തന്നെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് പോട്ടും ഇരിക്കുന്നുണ്ട്. എപ്പോഴും കവറൊക്കെ അത്രയും നന്നായിട്ട് ശ്രദ്ധിക്കുന്നവർ മാത്രം കവർ പർച്ചേസ് ചെയ്താൽ മതി. എടുത്തെടുത്ത് പറയുകയാണ്, ആദ്യമായിട്ടൊക്കെ പൂക്കൾ വളർത്തുന്നവരും അതുപോലെ ബൊഗൻവില്ലയൊക്കെ ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ വില കുറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റികൾ കളക്ട് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശമൊക്കെ ആണെങ്കിൽ ഇച്ചിരി റിസ്ക്കാണ്. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ തന്നെ നോക്കണം. ഈ സൈസുള്ള ഫ്ലെയിം റെഡിൻ്റെ ക്ലിയർ സെയിൽ കുറച്ച് പ്ലാന്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ കവർ സൈസുള്ള ക്ലിയർ സെയിലിൽ കുറച്ച് പ്ലാന്റ് ഇരിക്കുന്നുണ്ട് ഫ്ലെയിം റെഡിൻ്റെ. കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ. 300 രൂപയാണ് വില വരുന്നത്. ഇതൊക്കെ പോട്ടിനകത്തേക്ക് മാറ്റി വെച്ച് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, കുറച്ച് സൈസേ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചോളുക, 300 രൂപയാണ്. അത് ആ വൈറ്റും റെഡും ഇരിക്കുമ്പം ക്യാമറയിൽ അത്രയ്ക്ക് എനിക്ക് അറിയത്തില്ല ഭംഗി കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അത്രയും രസമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ പ്ലാന്റ്സിൻ്റെ ഇടയ്ക്കും കുറച്ച് വൈറ്റ് കയറ്റി വയ്ക്കും. കാരണം ഈ എന്താ പറയുക, നിങ്ങൾ കസ്റ്റമേഴ്സിനെ ആസ്വദിക്കുന്ന പോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഞാനിത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് എൻ്റെ കൊതിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ രാവിലെയും വൈകുന്നേരം എപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും ഇപ്പോൾ മൊബൈൽ നോക്കിയിരിക്കില്ല, അങ്ങനെയുള്ള ടൈമിംഗ് ഒക്കെ കുറവാണ്. ഒരു ടൈം കിട്ടി ഓടി എൻ്റെ ചെടികളുടെ അടുത്തേക്ക് പോകലാണ് എൻ്റെ പണി. ഇത് ഹവായ് വൈറ്റിൻ്റെയും മിസ് ഇവ വെരിഗേറ്റഡിൻ്റെയും ജസ്റ്റ് രണ്ടും തന്നെ ഒരു ഹാങ്ങിങ് മോഡലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളറും ഒക്കെ ഒന്ന് ഭംഗി കാണിക്കാനായിട്ടൊന്ന് എടുത്തു എന്നുള്ളൂ കേട്ടോ. കോംബോ ഇല്ല കേട്ടോ. കോംബോ ഇടാനായിട്ടുള്ളൊരു ഇവ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുന്നില്ല. അതുകൊണ്ട് കോംബോസ് ഇല്ല. ഈ ഒരു സൈസിലാണ് കേട്ടോ പ്ലാന്റ് വരണത്. ഭയങ്കര കളറാണ് കേട്ടോ, നല്ലൊരു കളറാണ്. പിന്നെ ഇത് ഡയറക്റ്റ് വെയിലടിക്കുന്നതുകൊണ്ട് അതിനകത്തൊരു ഇങ്ങനൊരു എന്തോ ഒരു വരുന്നുണ്ട്, ഒരു ഷെയ്ഡ് പോലെ കയറി വരുന്നുണ്ട്. ആ വെയിൽ കയറി വന്നേക്കണുണ്ടോ, ഇതിൻ്റെ ഈ സൈഡിലൊക്കെ വെയിൽ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ആ പൂവിനകത്തൊരു ഷെയ്ഡ് പോലെ കയറി വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കണേ. ഞാൻ എപ്പോഴും തന്നെ വീഡിയോസ് എടുക്കുന്ന സിറ്റ് ഔട്ടിലാണ്. ഓൾമോസ്റ്റ് വൈകുന്നേരം ഒക്കെ ആയിട്ടാണ് വീഡിയോസ് എടുക്കാറ്. ഇന്നിപ്പോൾ മോർണിംഗ് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ മോർണിംഗ് വീഡിയോസൊക്കെ സെറ്റാക്കി. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറൻറ്റും ഉണ്ട് കേട്ടോ. ഭംഗി നോക്കിയേ, അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ. ഹവായ് വൈറ്റും ആൻഡ് മിസ് ഇവ വെരിഗേറ്റഡും കേട്ടോ. ഇനി അടുത്ത ബ്രസയുടെയും കയാട്ടയുടെയും ഒരു ഡിഫറൻ്റ് ആണ്. ഈ ബ്രസ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ, പൂക്കൾ സ്റ്റാർട്ടിംഗ് ആണ്. ഇത് കയാട്ടയുടെ ഓൾമോസ്റ്റ് പൂവാണ് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് വ്യത്യാസം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും, എനിക്ക് കയാട്ട അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഒരു ഡിഫറൻറ്റ് കാണിക്കാത്തത്. ഒത്തിരി എൻക്വയറി വന്നൊരു കാര്യമാണ് കയാട്ടയും ബ്രസയും തമ്മിലുള്ള ഡിഫറൻറ്റ് കാണിക്കാനായിട്ട്. ഈ ലെഫ്റ്റ് ഞാൻ കൈ പിടിച്ചിരിക്കുന്നത് ഇത് കയാട്ടയാണ് കേട്ടോ. ബേബി പിങ്ക് കളറാണ് കയാട്ടയുടെ പ്ലാന്റിന് വന്നത്. ഇത് ബ്രസയാണ് കേട്ടോ. കണ്ടില്ല, ഒരു ചെറിയൊരു ചോക്ലേറ്റോ അങ്ങനത്തെ. ഇത് കയാട്ടയുടെ ഒറിജിനൽ കളർ കേട്ടോ. ഒറിജിനൽ പ്ലാന്റിൻ്റെ കളറാണ് ഇത് വന്നിട്ട്. ഇത് ബ്രസ് ഇച്ചിരി വെയിൽ കയറി വന്നിട്ട് കളർ അത്രയും കളറില്ല, ഒരു ലൈറ്റ് കുറച്ചുകൂടെ കളർ കുറവാണ്. ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് കളർ കാണിക്കാനായിട്ട് കേട്ടോ. അത് ഇതാണ് ഒറിജിനൽ കളറ് ബ്രസയുടെ. പിങ്ക് ബ്രസയുടെ അല്ല കേട്ടോ, അത് അടുത്ത ചെടി കയറി വന്നേക്കണതാണ്. ഈ ഒരു ചോക്ലേറ്റോ എന്താ കളറ്, ബിസ്ക്കറ്റ് അല്ല, ഈ ഒരു കളർ കേട്ടോ. ഈ ഒരു പീച്ച് ഷെയ്ഡ്, ഇതിനെ എനിക്ക് മെൻഷൻ ചെയ്യാനായിട്ട് അറിയത്തില്ല. ആ ഒരു കളറാണ് കേട്ടോ ബ്രസയുടെ. ഫോട്ടോ എടുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്നെങ്കിൽ വെയിൽ കയറി വന്നതിൻ്റെ പ്രത്യേകതയായിരിക്കണം. ഇത് അങ്ങനെ ഇതിന് മുമ്പ് അങ്ങനെ ചെടികളിൽ കാണാത്തൊരു കളറാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് ഡാർക്ക് കളറാണ് നമ്മുടെ അരുണ പീച്ചിന് വന്നത്. പിന്നെ അങ്ങനെ ഈ ഒരു കളർ കണ്ടിട്ടില്ല. അരുണയ്ക്കും കുറച്ചുകൂടെ ഡാർക്ക് കളർ കയറി വരാറുണ്ട്. തൈലൻഡ് ഇമ്പീരിയർ ഇതൊക്കെ എനിക്ക് ബ്ലൂമിങ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് കേട്ടോ. ശരിക്കും പൂവാവണതിന് മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂക്കളുടെ ഭംഗി കാണേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സമയമാണ്. ഇങ്ങനെ വിരിഞ്ഞ് വരുന്നേക്കാളും ഇങ്ങനെ ആ മൊട്ട് കഴിയുമ്പോൾ ഒരു സ്റ്റേജുണ്ട്. വിരിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ, നന്നായിട്ട് വിരിഞ്ഞ് വരുമ്പോൾ അങ്ങനെ ഇരിക്കും. ഇത് ആ മൊട്ട അങ്ങോട്ട് തുറന്നു വന്നേ ഉള്ളൂ. ഭയങ്കര ഭംഗിയാണ് എനിക്ക് ഈ സ്റ്റേജിൽ പൂക്കൾ കാണാനായിട്ട്. ഇത് വാജിദ് അലീഷയുടെ കുറച്ച് പ്ലാന്റുകൾ സ്റ്റോക്ക് ഉണ്ട്, കുറച്ചേ ഉള്ളൂ. ഡാർക്ക് കളറാണ് കേട്ടോ, നല്ല ഡാർക്ക് കളറാണ്.
അതിനകത്ത് ആ വെരിഗേഷൻസ് കയറി വന്നേക്കണത് കുറച്ച് കുറഞ്ഞിട്ട് പൂക്കളുടെ കളർ മാത്രമായി. എനിക്ക് തോന്നുന്നു ഇത് പൊഴിയാറായും തോന്നുന്നുണ്ട്. ഒരു ആഴ്ച 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ട് ഇത് വിരിഞ്ഞ് നിൽക്കണു. അതുകൊണ്ടായിരിക്കണം ആ വെരിഗേഷൻസ് കുറവാണ്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു വെരിഗേഷൻസ് വരും, അത് കുറവാണ്. അപ്പം മജിദ് അലീഷ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. ദേ മഹാറാണിയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് എന്ത് രസമാണെന്നറിയോ, ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. അത് തന്നെ വിരിയണേന് തൊട്ട് മുമ്പ് ഇതുണ്ടല്ലോ, എല്ലാം ആ മുട്ടിനകത്ത് തന്നെ ആ ഒരു വെരിഗേഷൻസ് കളറോട് കൂടിയിട്ടാണ് അത് വരണത്. അതുകൊണ്ടാണ് കേട്ടോ അത്ര ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നത്. ചില ആളുകൾക്ക് അതിനോടൊരു പ്രത്യേകം താങ്ക്ലോങ് വെറൈറ്റികളൊക്കെ ചോദിക്കുന്നവർ പ്രത്യേകം പറയും, കുറേ പൂക്കളുണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഷേപ്പ് വച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണല്ലോ എന്ന് പറയും. അപ്പോൾ താങ്ക്ലോങ്ങിൻ്റെ വെറൈറ്റികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് വിരിഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ പൂ പോലെയായിട്ട് വിരിഞ്ഞ് നിൽക്കില്ല, ആ ഒരു ഇങ്ങനെ മുട്ടിൻ്റെ ഷേപ്പ് തന്നെയായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും കസ്റ്റമേഴ്സ് പറയും താങ്ക്ലോങ് ഇടയ്ക്കിടയ്ക്ക് വെച്ചാൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഒരു 5-6 പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് താങ്ക്ലോങ് ഒരെണ്ണം ഇരുന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഹൈലൈറ്റ് എന്ന് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കും അങ്ങനെ അതൊന്ന് ആസ്വദിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആ ഒരു മുട്ട് കഴിയുമ്പോൾ തന്നെ ഞാൻ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു. പിന്നെ ഇനി അടുത്തൊരു കേസ്, ഇത് യെല്ലോയുടെ കറക്റ്റ് കേട്ടോ. ഇങ്ങനത്തേക്കും വെയിൽ കയറി വരുന്നുണ്ട്, പക്ഷേ കറക്റ്റ് കളറാണ് കേട്ടോ. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ്, ലൈറ്റ് യെല്ലോ അല്ല, ചില്ലിയുടെ കളറല്ല, വാട്ടർമെലോണിൻ്റെ കളറല്ല, ഒരു മൊണാലിസ ആയിട്ടൊക്കെയുള്ളൊരു മിക്സിങ് കളറാണ് കേട്ടോ. സൂഫിയുടെ ഒക്കെ അത് ബ്ലൂമിങ് നോക്കിക്കേ, നിങ്ങൾക്ക് ക്യാമറയിലൂടെ അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഓൾമോസ്റ്റ് കവർ ചെയ്തിരുന്നു, മൊത്തം വെയിലത്തായിരുന്നു ഇതൊന്നും എടുക്കാനായിട്ട്. കാരണം അത്രയും ഭംഗിയാണ്, അതങ്ങോട്ട് വിരിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ഭംഗി കിട്ടുന്നില്ല. അതാണ് എനിക്ക് തോന്നണയാണോ എല്ലാവർക്കും ഇങ്ങനെ തോന്നുന്നുണ്ടോയെന്നും അറിയത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്റ്റേജാണ് കേട്ടോ ഇത്. ഇതിൽ എന്ത് രസമാണ്, ഇന്ന് മൊത്തം ഇത് തന്നെ ഷൂട്ട് ചെയ്യലായിരുന്നു. സത്യത്തിൽ കുറേ എടുത്തു വച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഞാൻ എപ്പോഴും കോംബോയിൽ ആഡ് ചെയ്യാത്തതല്ലാത്തത് നമ്മുടെ കയ്യിൽ കാറ്റലോഗിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് കളക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ കാറ്റലോഗ് കാണുന്നുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും കാറ്റലോഗ് ആവശ്യപ്പെടുക. നോർമലായിട്ടുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. മഹാരയുടെയൊക്കെ 2 കളേഴ്സ് കേട്ടോ. ഓൾമോസ്റ്റ് പീച്ച് കളർ അധികം ഇല്ല, ഈ ഒരു കളറാണ് കൂടുതലിരിക്കുന്നത്. പിന്നെ സിംഗിൾ പെറ്റലായിട്ടുള്ള നോർമൽ വെറൈറ്റികളൊക്കെ 150, 100 ആയിട്ടുള്ളതും കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട്. വീഡിയോ ഒത്തിരി വൈഡായിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും ആഡാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത് പ്ലാന്റ് ആവശ്യമുള്ള ആളുകൾ കാറ്റലോഗ് ആവശ്യപ്പെടുക കേട്ടോ. ഇതൊക്കെ 150 രൂപയുടെയൊക്കെ വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ചിത്രം സെക്കൻഡ് സ്റ്റേജ് നിറയെ പൂക്കളാണ് കേട്ടോ. ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അത് ഓൾമോസ്റ്റ് പൊഴിഞ്ഞു പോകാറായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നോക്കിയൊക്കെ നിറയെ മുട്ടകൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ചിത്രയുടെയൊക്കെ സെക്കൻഡ് സ്റ്റേജാണ്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ. വലുതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വലിപ്പമുള്ള പ്ലാന്റുകളാണ് ചിത്രയുടെയൊക്കെ. പൂക്കൾ വിരിയണേനേക്കാളും ആ രസമാണ് കേട്ടോ. ഒരുപാട് നേരമായി ഞാൻ ഈ ബ്ലൂമിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു, പക്ഷേ അത് എനിക്കറിയാൻ ബോറാവുന്നുണ്ടെന്ന്. അത് അത്രയ്ക്ക് രസമായതുകൊണ്ടാണ് കേട്ടോ അത് എടുത്തെടുത്ത് പറയണത്. ഇനിയുണ്ടല്ലോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്, നിങ്ങൾ വെയർപോട്ട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനത്തെ റെയർ പ്ലാന്റ്സുകളൊക്കെ വെയർപോട്ട് എടുക്കരുത് എന്ന്. ഇത് നമ്മുടെ സൂഫിയ ലോഡ് അത്യാവശ്യം നല്ലതായിട്ട് വണ്ടിക്കകത്ത് കയറ്റി വെച്ചു. നമ്മൾ ഇറക്കി ഇപ്പോഴോ അല്ലെങ്കിൽ കയറ്റുന്ന സമയത്തോ ജസ്റ്റ് ഒരു ഇളക്ക വന്നിട്ടുള്ളൂ. കാരണം ഇതിനൊന്നും വലിയ വേര് പിടിക്കാൻ പാകത്തിനുള്ളൊരു ഇതൊന്നും വന്നിട്ടില്ല സത്യത്തിൽ. ഈ ബൊഗൻവില്ലയ്ക്ക് തണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണ്ട് നമ്മൾ കുഴിച്ചിടുമ്പോൾ തന്നെ അതിനകത്തേക്ക് ആദ്യം വരണത് ഇലകൾ, പൂക്കൾ, അതും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വേര് വരണത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും നമുക്ക് ഹെൽത്തൊന്നും നമുക്ക് ഈ പുറമെ കാണേണ്ടത് നമുക്ക് ക്ലാരിറ്റി ചെയ്യാൻ പറ്റില്ല. ഒന്നുമില്ല, അവിടെ നിന്ന് നഴ്സറിയിൽ നിന്ന് കയറ്റി വണ്ടിയിൽ വെച്ചു, വണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ചു, പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ഇങ്ങനെ കുറച്ച് പ്ലാന്റ്സ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയണത്, നമ്മൾ വെയർപോട്ട് എടുക്കുമ്പോൾ ഞാൻ പാക്കിങ്ങൊക്കെ ചെയ്യുമ്പോഴേക്കും അടിപൊളിയാണ്. കിട്ടിയിട്ടും അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ, സൂപ്പർ പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് താങ്ക് യു ഒക്കെ പറയും. അതിനുശേഷം ഞാൻ എങ്ങനെയാണ് വെയർപോട്ട് അയച്ചു തരുന്ന സാധനം റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും പറയും. ഓൾമോസ്റ്റ് ഒരു ആളുകളെല്ലാം അത് ഫോളോ ചെയ്യും. പക്ഷേ എങ്ങനെയാണ് ഇത് വന്നതെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ കണ്ടില്ലേ, കവർ പാക്കറ്റും വാങ്ങിക്കുന്നതിലൊക്കെ ഒരു ബോക്സ് പ്ലാന്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 3-4 എണ്ണം അങ്ങനെ ഡെഡായിട്ട് പോകും. ഇത് കണ്ടോ, നല്ല ഹെൽത്തി പ്ലാന്റാണ്. അതിൻ്റെ റൂട്ട് ഒരു ഇളക്കവും പറ്റിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയാണ് ഈ പ്ലാന്റുകൾ. ജസ്റ്റ് അതിന് എവിടെയെങ്കിലും ഒരു ഷേക്ക് വന്നിട്ടുണ്ടെങ്കിലാണ് ഈ ബോഗൻവില്ല പോകുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വെയർപോട്ട് ഒഴിവാക്കിയിട്ട് വിത്ത് പോട്ട് തന്നെ എടുക്കണം. ഇത് കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ വേരും ഇല്ല, ഒന്നുമില്ല. പക്ഷെ അത്രയും ഇലകളോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണത്.
അടുത്തൊരു പ്ലാന്റ് നോക്കിക്കോളൂ. ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് പിങ്ക് പാച്ചിൻ്റെ പ്ലാന്റ് ആയിരുന്നേ. വലിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ഞാൻ അവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പിന്നെ ഉണ്ടല്ലോ പ്ലാന്റ് എങ്ങനെയെങ്കിലും കിളുക്കുമോ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇങ്ങനെ നമ്മളൊന്ന് സ്ക്രാച്ചായിട്ട് നോക്കുമ്പോഴേക്കും ഗ്രീനി ഉണ്ടെങ്കിൽ അത് പ്ലാന്റ് പിന്നെയും കയറി വരും കേട്ടോ. അതൊക്കെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയും വലിയ പ്ലാന്റ് ആയിരുന്നു കേട്ടോ പിങ്ക് പാച്ചിൻ്റെ. അതൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ പറയണത്, ഇമ്പോർട്ട് ചെയ്ത് കയറി വന്നിട്ടുള്ള റെയർ പ്ലാന്റ്സുകൾ എപ്പോഴും തന്നെ നിങ്ങൾ വിത്ത് പോട്ടായിട്ട് എടുക്കുക. കാരണം ബൊഗൻവില്ലയുടെ പാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുഞ്ഞ് പ്ലാന്റ് അയക്കണതിന് 100 രൂപയാണ്. ഒരു ഇച്ചിരി കൂടിയിട്ട് നമുക്ക് സൈസ് അല്ലെങ്കിൽ ഇച്ചിരി കൂടി മണ്ണ് ആഡ് ചെയ്തിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1 കിലോയും 100 ഗ്രാമോ 200 ഗ്രാമോ മറികടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് 2 കിലോയുടെ വെയിറ്റിനാണ് അവർ പൈസ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് 2 കിലോ വെയിറ്റിനകത്തേക്കായി പോകും. 140 രൂപ 150 രൂപയായി പോകും. ഓൾമോസ്റ്റ് ഒരു 100 രൂപയുടെയും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്ത് പോട്ട് 5 കിലോയും 7 കിലോയും വരെ അയക്കണതിൻ്റെ വിത്ത് പോട്ടിൻ്റെ ചാർജ് 280 രൂപയാണ്. അത് നിങ്ങൾക്ക് ആ ഒരു പൈസയ്ക്ക് 1 വർഷം അല്ലെങ്കിൽ മിനിമം 2 വർഷത്തേക്കെങ്കിലും നമുക്ക് പ്ലാന്റ് റീപോർട്ട് ചെയ്യാണ്ട് സേഫായിട്ട് കിട്ടും. അതുകൊണ്ട് മാക്സിമം വിത്ത് പോട്ട് എടുക്കുക. കാരണം പ്ലാന്റ് വാങ്ങിക്കഴിയുമ്പോൾ ഉള്ള അഭിപ്രായവും താങ്ക്യും ഒക്കെ 2 ആഴ്ച കഴിയുമ്പോഴേക്കും വിഷമത്തോടു കൂടി പറയുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. കാരണം അത്രയും ആഗ്രഹിച്ച് പ്ലാന്റ് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വിത്ത് പോട്ടായിട്ട് തന്നെ എടുക്കുക. നിങ്ങളാരും നല്ല രീതിയിൽ എന്താ പറയുക പോട്ട് ചെയ്യാനായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ അറിയാവുന്നവരുണ്ട്, അവരെ കുറ്റം പറയണതല്ല, അറിയില്ലാത്തതാണ് കൂടുതൽ ആളുകൾ. ഓൾമോസ്റ്റ് എനിക്ക് കസ്റ്റമേഴ്സും ഒക്കെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്കിതൊരു വലിയ പണി തന്നെയാണ്. അപ്പോൾ ദയവ് ചെയ്ത് പ്ലാന്റ് എടുക്കുമ്പോൾ വിത്ത് പോട്ടായിട്ട് തന്നെ എടുക്കൂ കേട്ടോ. അതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സേഫ്. പിന്നെ വെയർപോട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണെങ്കിൽ ഞാൻ പ്രത്യേകം പറയും, വെയർപോട്ടായിട്ട് എടുത്തോ എന്ന് ഞാൻ പറയും. അങ്ങനെ ഗ്യാരണ്ടി ഉള്ളത് മാത്രം എടുക്കുക. അല്ലാത്ത പ്ലാന്റുകൾ നിങ്ങൾ ഇത് വെയർപോട്ടായിട്ട് മതി, ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം എന്നുള്ളൊരു കോൺഫിഡൻറ്റിൽ ചോദിക്കരുത്. സാധനം പോകും. അതുകൊണ്ടാണ് അത്രയും മൈന്യൂട്ടായിട്ടുള്ള വേരുകളാണ്. ഇത് ഞാൻ കുറേ പറഞ്ഞതാണ്, പിന്നെയും പറയണതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കയറി വന്നിട്ടുള്ള കുറച്ച് അഗ്ലോണിമയുടെ ഇമ്പോർട്ടഡ് വെറൈറ്റികൾ അവൈലബിൾ ആണ്. അഗ്ലോണിമ ലെമൺ ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസിലായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അധികം ലെമൺ സ്റ്റോക്ക് ഇരിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് വൈറ്റ് ആണ്. വൈറ്റ് അത്യാവശ്യം സ്റ്റോക്കഡ് ആണ്. തായ്ലൻഡ് ഇമ്പോർട്ടഡ് ചെയ്യുന്ന കയറി വന്നേക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനിയത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മളുടെ സോംബറ്റ് ആണ് കേട്ടോ. സോംബറ്റ് കിട്ടാനായിട്ട്, അതായത് ഇത്രയും ഹെൽത്തിയും വലിയൊരു പ്ലാന്റും കിട്ടാനായിട്ട് ഒരുപാട് ഡിലേ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നപ്പോഴേക്കും എപ്പോഴും അഗ്ലോണിമ ആയിരുന്നു നമ്മുടെ മനസ്സിലൊരു താരം. അപ്പോൾ അങ്ങനെ വീണ്ടും കുറച്ച് പ്ലാന്റുകൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ വരാനുണ്ട്. അപ്പോൾ പ്ലാന്റ് വേണ്ട ആളുകൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. മാക്സിമം കോളുകൾ ഒഴിവാക്കുക. സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ കോംബോയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കോംബോസൊക്കെ അതാത് ആഴ്ച തന്നെ വാങ്ങിക്കുക. കൊറിയർ എല്ലാ ദിവസവും ഉണ്ട്. പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് പോസ്റ്റ് ആഴ്ചയിൽ 1 മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ പെറ്റ് സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തായി പോയിട്ടുണ്ട്, ക്ഷമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഓഫ് ആയതുകൊണ്ട്, ഹോളിഡേ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സമയം പോലെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടും കാണൂ കേട്ടോ. ലൈക്ക് മറക്കരുത്, അതുപോലെ കമൻറ്റ് മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.